വെളുപ്പിന് ഒരു 5 മണിയായപ്പോൾ തന്നെ ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നതും കാണാം. പിന്നെ സമയം നോക്കുമ്പം 8 മണി. അതെങ്ങനെയാണ് അതുവരെയുള്ള സമയം കടന്നു പോകുന്നത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇന്ന് അടുക്കളയിലേക്ക് വന്നപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ധൂപത്തിൻ്റെ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഏട്ടൻ വന്നപ്പം എനിക്ക് അവിടെ നിന്ന് ഊത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പുകച്ചതിൻ്റെ സ്മെല്ലൊക്കെ ഇവിടെ മൊത്തം പരത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ പരിപാടി. എന്തെങ്കിലും സാധനം ആദ്യം കിട്ടുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഇത്. അപ്പം ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പം നമുക്ക് അമ്പലത്തിലൊക്കെ പോയൊരു ഫീൽ കിട്ടും കേട്ടോ, ആ ഒരു പോസിറ്റിവിറ്റി അത്രേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ ഞാൻ അരി കഴുകി തിളപ്പിക്കാനായിട്ട് വെച്ചു. അക്കൂടെ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ വൻപയർ വെള്ളത്തിലിട്ടിട്ടാണ് കിടന്നത്, കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് പുട്ടും കടലയായിരുന്നു. അപ്പം കടല കുക്കറിലേക്ക് ഇട്ടു. അക്കൂട്ടത്തിൽ നമ്മുടെ സവോളയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് പുട്ടിനുള്ള പൊടി നമ്മൾ നനച്ചു കേട്ടോ, തേങ്ങയും ചിരണ്ടിയിട്ടുണ്ട്. അപ്പം ആ സമയം കൊണ്ട് അരി തിളച്ച് വന്നപ്പോഴേക്കും അത് വേഗം റൈസ് കുക്കറിലേക്ക് വാങ്ങി വെച്ചു. ഇനി അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരും കേട്ടോ. അപ്പം പുട്ട് ഇവിടെ റെഡിയാക്കാൻ തുടങ്ങി. പിള്ളേർക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും കടലയായിരുന്നു. ഈ സമയത്താണ് നമ്മളിന്ന് ഊതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് വിളക്ക് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയിട്ട് ഞാൻ വിളക്ക് കത്തിച്ചു കേട്ടോ. വിളക്ക് കത്തിച്ചു. ആ ഒരു ഊതിൻ്റെ ഇത് നമ്മുടെ ഹാളിലും റൂമിലും ഒക്കെ കൊണ്ട് ഞാൻ പുകച്ചു. അപ്പോൾ ആ ഒരു സ്മെല്ല് അവിടെ എല്ലാം ഇങ്ങനെ തങ്ങി നിൽക്കുമായിരുന്നു. നമ്മളൊരു റൂം ഫ്രഷ്നർ വെച്ചതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ പോയി. ഏട്ടനാണ് നമ്മുടെ പുറത്തെ പ്രകൃതി ഭംഗിയൊക്കെ എനിക്ക് എടുത്തു തന്നത് കേട്ടോ. ഈ സമയത്ത് 6 മണി ആയിട്ടുണ്ടായിരുന്നെങ്കിലും നേരം പുലർന്ന് വന്നിട്ടേയില്ല. കാരണം ഇപ്പോൾ തണുപ്പും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നേരം പുലർന്ന് വന്നിട്ടില്ല, പക്ഷേ 6 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഏട്ടനുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഏട്ടൻ എടുത്തു തരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തിരിയൊക്കെ എളുപ്പമായിരുന്നു. അപ്പം എൻ്റെ പണി അടുക്കളയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലയൊക്കെ വെന്ത് വന്നു. പുട്ടും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കി ആ കുക്കറിൽ തന്നെ ഞാൻ നമ്മുടെ വൻപയർ ചുമന്നുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വൻപയർ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ. അതാകുമ്പം വെള്ളമെല്ലാം വറ്റി വരുമ്പോഴേക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാണ്. അപ്പം അങ്ങനെ കടലക്കറിയും റെഡിയാക്കിയ ശേഷം ഞാൻ ആ കൗണ്ടർ ടോപ്പ് എല്ലാം വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയം കൊണ്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു. റൈസ് കുക്കറിൽ നിന്ന് അരിയെടുത്ത് തിളപ്പിച്ച് വീണ്ടും വാർത്തു കേട്ടോ. പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ഇന്ന് നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഏട്ടൻ കൊണ്ടാക്കുമായിരുന്നു. അവരെ പറഞ്ഞു വിട്ട് സമാധാനത്തോടെ അടുക്കളയിൽ ബാക്കി പണിയൊക്കെ തീർത്ത് സമാധാനമായി.